തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തീപിടുത്തമാണ്. കോഴിക്കോട് നഗരത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്ര വലിയ തീപിടുത്തം ഉണ്ടാവുന്നത്. കഴിഞ്ഞ ഒരു 15 വർഷത്തിനിടയിൽ ഏതാണ്ട് 15ഓളം സ്ഥലങ്ങളിൽ കോഴിക്കോട് നഗരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് തീ അണയ്ക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ദയനീയമായി പരാജയപ്പെടുന്നു. തുറസായ ഒരു സ്ഥലത്ത് ഏതാണ്ട് 10 മണിക്കൂറിലധികം വേണ്ടി വന്നു തീ അണയ്ക്കാൻ. തീ അണച്ചതാണോ തീ സ്വയം അണഞ്ഞതാണോ എന്നുള്ള സംശയം പോലും. തീ അണച്ചു എന്ന് പറയാൻ കഴിയില്ല. കോഴിക്കോട്ടെ ഇന്നലത്തെ തീ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കെട്ടിട നിർമ്മാണത്തിലെ മറ്റ് കോർപ്പറേഷൻ അനുമതികളുടെ കാര്യത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും നഗരസഭയും ജില്ലാ ഭരണകൂടവും ഒരു മുൻകരുതലും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കും. ഇവിടെ മാധ്യമങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മളെല്ലാവരും ലൈവായിട്ട് കണ്ടതാണ്. ആ കെട്ടിടം ഒരു ടെക്സ്റ്റൈൽസ് നടത്താൻ ആവശ്യമായ രീതിയിലാണോ ആ കെട്ടിടം? ഒരു സുരക്ഷാ മാനദണ്ഡവുമില്ല. ടിൻ ഷീറ്റുകൾ എത്ര വെള്ളം അടിച്ചാലും താഴെ എത്താത്ത വിധം ഒരു ഉദ്യോഗസ്ഥനും ഒരു സാമാന്യ യുക്തിയുള്ള ആരും അങ്ങനെ പെർമിഷൻ കൊടുക്കില്ല. മുഴുവൻ ടിൻ ഷീറ്റുകൾ കൊണ്ട് ആ ടെക്സ്റ്റൈൽസിലേക്ക് കയറിപ്പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ തോതിൽ തുണികൾ കൂട്ടിയിട്ടുണ്ട്. സാധാരണ ഒരു ടെക്സ്റ്റൈൽസിൽ തീപിടുത്തം ഉണ്ടാവുമ്പോൾ ആദ്യം പോവാനുള്ള വഴി, വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ, അത് വെള്ളം അടിച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ എത്താനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കും. ഇപ്പൊ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ തൊട്ടടുത്ത് ജയലക്ഷ്മി സിൽക്സിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പൊ നമ്മൾ കണ്ടതാണ് ആ ടെക്സ്റ്റൈൽസും ഇപ്പോ ഈ ഒരു ടെക്സ്റ്റൈൽസും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും ഭീമമായിട്ടുള്ള നഷ്ടവും അതുവഴി ഉണ്ടായിട്ടുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യവും ഉണ്ടായത് കോർപ്പറേഷൻ ഉണ്ടാക്കിയ ദുരന്തമാണ്. നമ്മൾ മിഠായി തെരുവിൽ തീപിടുത്തം മുഖാന്ന് അന്ന് 8 പേര് മരിച്ചു. പലതവണ അവിടെ തീപിടുത്തം ഉണ്ടായി. തുടർന്ന് എല്ലാവരും ശക്തമായിട്ട് നടപടികൾ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് എല്ലാ ചർച്ചകളും അവസാനിച്ചത്. മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി, രാഷ്ട്രീയക്കാരും ഇടപെട്ടു, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള എല്ലാ സംഘടനകളും ഇടപെട്ടു. മിഠായി തെരുവിലെ തീപിടുത്തത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിലെ കെട്ടിട നിർമ്മാണ അനുമതികളും മറ്റ് സർക്കാർ പെർമിറ്റുകൾക്കും കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തും. എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അനുമതികൾ കൊടുക്കുക എന്ന് പറഞ്ഞാണ് ചർച്ച അവസാനിച്ചത്. ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അനധികൃതമായിട്ടുള്ള ആയിരക്കണക്കിന് നിർമ്മാണങ്ങൾ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം അറിവോടുകൂടി നിരന്തരമായി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു ഓപ്പൺ സ്പേസിലാണ്, ഒരു തുറസായ സ്ഥലത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. ഒരു തുറസായ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിട്ട് അത് അണയ്ക്കാൻ 10 മണിക്കൂർ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു ഫ്ലാറ്റിലോ മറ്റോ ആണ് 20 നിലയും 18 നിലയും ഒക്കെയുള്ള കോഴിക്കോട് നഗരത്തിലെ ഒരു ഫ്ലാറ്റിലോ മറ്റോ ആണ് ഈ തീപിടുത്തം ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സാഹചര്യം എന്ന് നമ്മൾ പരിശോധിക്കുന്നത്. UPS പൊട്ടിത്തെറിച്ചതാണെന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഇതൊന്നും ആരും ഉത്തരം പറയുന്നേ ഇല്ല. രോഗികൾ മരിക്കുന്നു. ഭീകരമായ തോതിലുള്ള തീയും പുകയുമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിലുണ്ടായത്. ദൈവാധീനം കൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് പടരാത്തതും വലിയ ആൾനാശമില്ലാതെ പോയത്. അല്ലാതെ ഫയർഫോഴ്സ് ഇഷ്ടം പോലെ വണ്ടികൾ വന്നു, നമ്മളെല്ലാം കണ്ടതാണ്. ഫയർഫോഴ്സിന്റെ വണ്ടികളെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു.
പോലീസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഏത് രീതിയിലും പരിശ്രമിച്ചാലും തീ അടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പൊ ഇത് അഡ്രസ് ചെയ്യപ്പെടാതെ പോകേണ്ട ഒരു വിഷയമല്ല. കോഴിക്കോട്ടെ ടെക്സ്റ്റൈൽസ് കോംപ്ലക്സിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലൈസൻസ് അവർ സംഘടിപ്പിച്ചത്? ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ട് എങ്ങനെ അവർക്ക് ഒരു ഇത്രയും ഒരു 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 എന്താ പറയുക ഹോൾസെയിൽ കട അവർക്ക് നടത്താൻ സാധിച്ചു? ആരാണ് ഇവർക്ക് ഇതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത്? കെട്ടിമറയ്ക്കാൻ ടിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് കെട്ടിമറയ്ക്കാനുള്ള സൗകര്യം ആര് ചെയ്തു കൊടുക്കും? നടന്നു പോകുന്ന സ്റ്റെപ്പിലെല്ലാം തുണികൾ ഡംപ് ചെയ്തിടാനുള്ള അവസരം അവർക്ക് എങ്ങനെ ലഭിച്ചു? എന്തുകൊണ്ട് കൃത്യമായ അളവിൽ ഒരു പരിശോധനയും ഇത്തരം സ്ഥാപനങ്ങളിൽ നടന്നില്ല? അതുകൊണ്ട് ഇതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ അവർക്കെതിരായിട്ട് കേസെടുക്കണം. കോർപ്പറേഷനെതിരായിട്ടാണ് കേസെടുക്കേണ്ടത്. ഇതാണ് കോർപ്പറേഷൻ മേയർക്കും കോർപ്പറേഷന്റെ സെക്രട്ടറിക്കും എതിരായിട്ട് ഇതിൽ കേസെടുക്കണം. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണകൂടത്തെ പ്രതി ചേർത്തുകൊണ്ട് ഈ സംഭവത്തിൽ കേസെടുക്കണം. അതാണ് ശരിയായ കാര്യം. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഇത് തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു. വീഴ്ചകൾ പലതും ഹ്യൂമൻ എറേഴ്സ് അല്ല, മനഃപൂർവ്വം ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ്. പണം വാങ്ങി കൈക്കൂലി മേടിച്ച് അനധികൃതമായി ചെയ്തു കൊടുക്കുന്ന നടപടികളാണ്. ഡെപ്യൂട്ടി മേയറൊക്കെ ഒരു കൗണ്ടർ തന്നെ തുറന്നിരിക്കുന്നു എന്നാണ് കേട്ടത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് സഹായം ചെയ്യാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഡെപ്യൂട്ടി മേയർ ഒരു കൗണ്ടർ തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു. ചെറിയ കാര്യമല്ല. കോഴിക്കോട് കോർപ്പറേഷൻ എത്രയോ വർഷമായിട്ട് ഭരിക്കുന്ന അവിടുത്തെ നടപടിക്രമങ്ങൾ ഏതൊരാൾക്കും പോയി പരിശോധിച്ചാലും മനസ്സിലാവും. പക്ഷേ ഈ കോഴിക്കോട് മാത്രം ബിജെപിയുടെ കൗൺസിലർമാർ ബാക്കിയുള്ള സമരം നടത്തുമെങ്കിലും ഇത്തരം കാര്യത്തിൽ ഇവർ തീരുമാനിക്കുന്നതിനൊപ്പമാണ്. അല്ല, കോഴിക്കോട് കോർപ്പറേഷനിൽ എത്ര 7 കൗൺസിലർമാരെ ഉള്ളൂ. ചെറിയ സംഖ്യ ഇതിന് ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ചോദ്യം എനിക്ക് മനസ്സിലായി. കോഴിക്കോട് കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ ഈ വിഷയത്തിൽ നേരത്തെയും പലതരത്തിലുള്ള സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേഷന്റെ അഴിമതി അതുപോലത്തെ വിഷയങ്ങളിലെല്ലാം സെലക്റ്റീവ് ആകുന്നതാണ് പൊതുവെയുള്ള പരാതി. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം BJP കൗൺസിലർമാരുടെ സമരങ്ങൾ സെലക്റ്റീവ് ആകുന്നു. മാത്രവുമല്ല പലതിലും ഒത്താശ ഉണ്ടാകുന്നു എന്ന് പൊതുവിൽ പാർട്ടി ഈ ഘട്ടത്തിലൊന്നും പരിശോധിക്കേണ്ടതാണ്. എന്റെ ശ്രദ്ധയിൽ എന്തായാലും അങ്ങനെ ഒരു തന്നെ ഇല്ലല്ലോ. മുഖ്യമന്ത്രി 50ാം വാർഷികത്തിൽ കലാകാരന്മാരെയൊക്കെ വെച്ച് വലിയ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു കാര്യം സംസാരിക്കാൻ ആളില്ല ഇവിടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായി, സാഹചര്യം വഷളായപ്പോ കോഴിക്കോട്ടുള്ള മന്ത്രിമാര് ആഗോള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ടെന്ന്. ഇന്നലെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെ കുറിച്ച് സർക്കാർ ഭാഷ എന്താണ്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ചെറിയൊരു സംഭവമല്ലല്ലോ. ആളുകളെ മുൾമുനയിൽ നിർത്തിയില്ല എത്ര മണിക്കൂറുകൾ. ഇവിടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് കിടക്കുമ്പോഴും മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വേടനെ കൊണ്ടും ആളെ കൂട്ടാനിപ്പോ അതാണ് പരിപാടി. ആളില്ല മുഖ്യമന്ത്രിയുടെ പരിപാടി. എന്നാ പിന്നെ വേടം വരട്ടെ എന്നാണ് പറയുന്നത്. കലാപരിപാടി വെച്ച് ആളെ കൂട്ടുന്ന പരിപാടി അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി. ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യണം. ശരിയാണ്, ഈ ചൂണ്ടിക്കാണിച്ച കാര്യം പല സ്ഥലത്തുനിന്നുമാണ് ഫയർ എഞ്ചിനുകൾ വന്നത്. ഇവിടുത്തെ സിറ്റിയിൽ അതിനുള്ള സംവിധാനങ്ങളില്ല. ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തു കളഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. അന്ന് സർക്കാർ പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല, ആ തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് പെട്ടെന്നൊരു അന്വേഷണം നടത്തി ഇപ്പോൾ ഉടനെ കുറ്റക്കാർ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും അതിനെക്കുറിച്ചൊരു നടപടിയും ഇല്ലാതെ എന്താണെന്ന് പോലും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസും അങ്ങനെ വിടരുത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 2007 മുതലുള്ള ചരിത്രം നോക്കിയാൽ 2007 ഏപ്രിൽ മാസത്തിൽ
മിഠായി തെരുവിലുണ്ടായ സംഭവം മുതൽ 2025 മെയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തം വരെ നഗരത്തിന് ചുറ്റുപ്രദേശങ്ങളിൽ 15ഓളം സ്ഥലങ്ങളിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ കാരണങ്ങൾ ഇതാണ്. നമ്മൾ മാധ്യമങ്ങൾ എല്ലാവരും ചർച്ച ഇതാണ് കാരണങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ വീഴ്ചയുണ്ട്, ലൈസൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ തുടർന്നിങ്ങോട്ടുള്ള ഒരു സന്ദർഭത്തിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതിലെല്ലാം വ്യാപകമായിട്ടുള്ള ഇളവാണ് കൊടുത്തിരിക്കുന്നത്. ഈ ദുരന്തം സർക്കാരിന്റെ സൃഷ്ടിയാണ്, കോർപ്പറേഷന്റെ സംഭാവനയാണ് ഈ ദുരന്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോർപ്പറേഷനെ കൂടി അവർ മേയറേയും ഡെപ്യൂട്ടി മേയറേയും അതുപോലെ കോർപ്പറേഷൻ സെക്രട്ടറിയെയും അടക്കം പ്രതി ചേർത്ത് ഇതിൽ കേസെടുക്കണം. ബിജെപിയെ ഭയങ്കരമായിട്ട് അസ്വസ്ഥാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എല്ലാ നേതാക്കളും ഇപ്പോൾ പ്രസിഡന്റും പറയുന്നു, മുൻ പ്രസിഡന്റും പറയുന്നു. എന്തിനാ അസ്വസ്ഥമാക്കാനാ? കാരണം മൂന്നാം ഭരണം കിട്ടുമെന്നുള്ള ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനാണോ ആളെക്കൂട്ടം വേറെ വിളിക്കുന്നത്? മൂന്നാം ഭരണം കിട്ടിയത് നാട്ടുകാർ കൊണ്ട് പ്രവർത്തിച്ചില്ലേ? ഈ പേരുൾപ്പെടെ സംഭവമുള്ളത് സ്ത്രീയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം സമീപിച്ചിരുന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. സ്ത്രീ പറയുന്നത് അവരെ ആക്ഷേപിച്ചു എന്നാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇനി ഈ വശത്തെ കടന്നു പോകരുതെന്ന് പറഞ്ഞതാണ് പറഞ്ഞത്. അപ്പോ സർക്കാർ പറയുന്ന ദളിത് പ്രേമവും സ്ത്രീ വിമോചനവും ഒക്കെ കാര്യത്തോട് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതിന്റെ ഉദാഹരണമാണ്. CMന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാര്, അവിടുത്തെ രാഷ്ട്രീയ നിയമനങ്ങളിൽപ്പെട്ട ആൾക്കാരെ വലിയ വലിയ ആൾക്കാരാണ്. അവരാണ് പറയുന്നത് കേസുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിച്ച് ആ കേസിന്റെ വസ്തുത വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശക്തമായ നടപടിയല്ല വേണ്ടത്. ഈ ഓഫീസിൽ കയറി പോലെന്നാണ് പറയുന്നത്. അതാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ സർക്കാരില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുമ്പോഴും മുഖ്യമന്ത്രി ഇങ്ങനെ പോവാണ്. 14 ജില്ലകളും കടന്ന് ഈ 140 മണ്ഡലങ്ങളും കടന്ന് പോവാണ്. ജനങ്ങൾ പെരുവഴിയിലാണ്. പക്ഷെ സർക്കാർ അപ്പോഴും ഖജനാവിലെ കാശെടുത്ത് കലാപരിപാടികൾ നടത്തി സർക്കാർ വാർഷികം ആഘോഷിക്കുകയാണ്. സംഘടനാ കാര്യങ്ങൾ അധ്യക്ഷനോട് ചോദിക്കുക. അദ്ദേഹം പറയും. ഞാൻ 5 കൊല്ലം ഇരുന്നപ്പോഴും സംഘടനാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹം ഇഡിയുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് കൊച്ചിയിൽ. കോൺഗ്രസ് അറിയില്ല, ഇഡിയിലെ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും എന്താണ് ചെയ്തത് എനിക്ക് ആ കേസിനെ കുറിച്ച് അറിയില്ല. പിന്നെ ഇഡിയിലൊരു ഉദ്യോഗസ്ഥൻ കേസ് പ്രതിയാവുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയ സംഭവം. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്ര കേസ് പ്രതിയായി എനിക്കതിലൊന്നും തോന്നുന്നില്ല. കാരണം അത് സംഭവം ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തട്ടെ. അതിന്റെ മുമ്പ് നമ്മൾ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ശരി. ഇഡി ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഹരിചന്ദ്രന്മാരാണെന്ന് ഉള്ള അഭിപ്രായം എനിക്കില്ല. സഖാക്കളാണ് അധികവും. കസ്റ്റംസിലും ഇഡിയിലും അധികവും ഉദ്യോഗസ്ഥന്മാർ സഖാക്കളാണ്.